അച്ഛൻ പറയണ കേൾക്കുമ്പോൾ പേടിയാവാനുണ്ടേട്ടാ. ആ തറവാട്ടുകാരോട് നീതികേട് കാട്ടേണ്ടി വന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ അച്ഛൻ പറയണേ. ഞാൻ എന്താ ചെയ്യാ? എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? എടി, തറവാട്ടു മഹിമയും പാരമ്പര്യ കോപ്പൊക്കെ വീട്ടുകാർ കൊണ്ടുനടന്നോട്ടെ. നമ്മൾ എന്തുമാത്രം ഇഷ്ടത്തിലാന്ന് എൻ്റെ വീട്ടുകാർ തിരിച്ചറിയുന്ന ദിവസം വരും. അതുവരെ നീ കാത്തിരുന്നു. കണ്ണിൽ നീ കനവായി മാറും, എന്നിൽ നിന്നവുകൾ മായും, മെഴുതിരിയാൽ നീ ഒരു മിഠായി വാങ്ങിയപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കാതെ കഴിക്കാറില്ല. നിനക്കറിയില്ല അത്? ആ അവളാടാ എന്നോട് ഇങ്ങനെ ചെയ്ത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ലല്ലോ. അരവിന്ദനോടെ കാണാനടാ. അവൻ അങ്ങോട്ട് കഴിച്ച് വന്നിണ്ടാവുക. അവനോട് എത്താൻ നോക്കണം നീ. കരയില്ലടാ അരവിന്ദ. സിദ്ധാർത്ഥ വൈകാൻ പോയി. അവള് പോയടാ. എന്തു പറ്റി? 2-3 ദിവസമായിട്ട് ഫുള്ള് തിരക്കിലാണല്ലോ. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല, മിസ് കോൾ കണ്ട തിരിച്ചു വിളിക്കില്ല. നേരിട്ട് കാണുന്ന കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. എന്താ പറ്റിയേ? ഒന്നുമില്ല, ഓഫീസിൽ ഓരോ തിരക്കുകൾ. ഓ, ഇപ്പം തന്നെ തുടങ്ങിയ കള്ളം പറിച്ചിലൊക്കെ. കല്യാണം കഴിഞ്ഞിട്ട് പോരെ? അതൊന്നുമില്ല. അരവിന്ദൻ്റെ അവൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേടുള്ള പോലെ. എന്തു പറ്റി? ഇപ്പോഴും കരച്ചിലാണോ? അതൊന്നിപ്പില്ല. ആ പഴയ ആളെ അല്ല അവൻ. ആ പഴയ ആളാണ് അവനിപ്പോൾ. വൈകമരിക്കുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന അതേ അരവിന്ദൻ. എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നില്ല നിന്നോട്, അവൻ രാത്രി ഒറ്റയ്ക്ക് സംസാരിക്കുന്നതായിട്ടൊരു സംശയം ഉണ്ടെന്ന് അവൻ്റെ അമ്മ എന്നോട് വിളിച്ച് പറഞ്ഞു എന്ന്. നമ്മൾ വിചാരിച്ചിരുന്ന പോലെ അവനത് ഉറക്കത്തിൽ സംസാരിക്കുന്നതായിരുന്നില്ല. പിന്നെ അവൻ സംസാരിക്കുന്ന അവളോടാ, വൈകയോട്. വൈകിയോടോ? ഇന്നലെ അബിയുടെ പിറന്നാളായതുകൊണ്ട് ഞാനും അമ്മയും അബിയും അമ്പലത്തിൽ പോയിരുന്നു. അവിടെ വെച്ച് അരവിന്ദൻ്റെ അമ്മയെ കാണുകയും ചെയ്തു. അരവിന്ദൻ്റെ അമ്മ അമ്മയോട് സംസാരിക്കുകയും ചെയ്തതാ. അരവിന്ദൻ്റെ അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്കൊന്നും തോന്നിയില്ലല്ലോ. അതിനവർക്കാർക്കും അറിയില്ല ഇതൊന്നും. എങ്കിലിത് എത്രയും പെട്ടെന്ന് അവരോട് പറയണം. ഇന്നലെ കണ്ടപ്പോൾ അരവിന്ദൻ്റെ അമ്മ പറഞ്ഞത് അരവിന്ദൻ അവരുടെ പരിചയത്തിലുള്ള ഏതൊരു കുട്ടിയെ ആലോചിക്കുന്നുണ്ടെന്നാ. അവരാ കല്യാണക്കാരെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇത് അവരോട് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും. ഏട്ടൻ എന്താ ഒന്നും പറയാത്തെ? ഇതൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പറയുന്നതല്ല നല്ലത്. ഇത് വീട്ടുകാരോട് പറയാതെ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്തൂടെ? എങ്ങനെ? നമുക്ക് അവനെ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ട്. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ആരെ കാണിക്കാനാ? വീട്ടുകാരറിയാതെയോ? ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. സച്ചിൻ്റെ അച്ഛൻ ഡോക്ടറാണ്. ഞാൻ അവൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. അവനെ കൊണ്ട് വരാൻ പറഞ്ഞു പുള്ളി എറണാകുളത്തേക്ക്.
ഞാൻ 3 ദിവസത്തേക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട്. അവനോടും പറഞ്ഞിട്ടുണ്ട് ലീവ് എടുക്കാൻ. സച്ചിൻ്റെ കൂടെ ഒരു 2 ദിവസം എറണാകുളത്ത് താമസിച്ച് എറണാകുളത്തുള്ള പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പോകുന്നത്. സച്ചിൻ്റെ വീട്ടിലായിരിക്കും താമസം. ആ ഗ്യാപ്പിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്തൊരു മണിക്കൂറൊന്ന് അവനെ ഇരുത്തി കിട്ടിയാൽ മതി. അവനറിയാതെ. ഓ, അപ്പൊ തീരുമാനങ്ങളൊക്കെ എടുത്തു അല്ലേ? പവി, എനിക്കൊരബദ്ധം പറ്റി. എന്താടാ അത്യാവശ്യമായിട്ട് കാണേണ്ട കേസ്? ഏയ് ഒന്നുമില്ല, കുറേ ആയില്ലേ കണ്ടിട്ട്. ഈ കാര്യം പറ. അരവിന്ദൻ്റെ കാര്യമാണ്. ഞാനൊന്ന് നേരിട്ട് പോയിട്ട് കാണണമെന്ന് വിചാരിക്കാറുണ്ട്. അവനെ സമയം കിട്ടാത്തതുകൊണ്ടാ. ഈ കടയും തിരക്കും. മൂത്ത പെങ്ങളാണ് ഇവ പ്രസവം കഴിഞ്ഞ് മിനിഞ്ഞാന്നാ പോയത്. ഓനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, പഴയ പോലെ തന്നെയല്ലേ? എന്ത് പറയണോ ഓൻ്റെ വീട്ടുകാരൊക്കെ? അവൻ്റെ കല്യാണം ശരിയായിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു. എന്തായാലും അത് നന്നായി. ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നി അവനെന്നാ കാട്ടിക്കൂട്ടിയതൊക്കെ കണ്ടിട്ട്. ആ കുട്ടിയും തന്നെ ഒരു പാവായിരുന്നു. എന്നിട്ട് അവളുടെ വീട്ടിലറിഞ്ഞ കല്യാണ കാര്യം ഉണ്ടാവും. നീ പോലെ ഭാഗത്തുനിന്ന് വല്ല പ്രശ്നം? ഏയ് ഉണ്ടാവൂല. എന്നാലും അവർക്ക് എന്താ കുഴപ്പം? പ്രശ്നമൊക്കെ അവനല്ലേ. അവനെന്താ പ്രശ്നം? അവനിപ്പോഴും അതൊന്നും പോന്നിട്ടില്ല അംസപ്പ. അപ്പൊ കല്യാണം ഉറപ്പിച്ചതോ? പുറമെന്ന് നോക്കുമ്പോൾ അവൻ നോർമലാന്ന് തോന്നും. പക്ഷെ അവൻ നോർമലല്ല അംസപ്പ. എടി പെണ്ണേ, നീ എന്തെടുക്കുക അവിടെ? ചില പാമ്പ് കാണട്ടെ അവിടെ. പൂ കാണാൻ നല്ല ഭംഗിയില്ലേ? ഹേയ്, അത്ര ഭംഗിയൊന്നുമില്ല. അതെന്താ ഭംഗിയില്ലാന്ന്? നല്ല ഭംഗിയുണ്ടല്ലോ. ഒരു പൂവ് എപ്പോഴാണ് നിനക്ക് ഭംഗി ഉണ്ടാവും അറിയോ? എപ്പോഴാ? ഒന്നെങ്കിൽ അതിൻ്റെ ചെടിയിലിരിക്കും, അല്ലെങ്കിലേ അതാണ് ഇന്ന് പെണ്ണിൻ്റെ മൂട്ടിയിലിരിക്കുമ്പോൾ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോ അത്ര ഭംഗിയൊന്നുമില്ല. അടിക്കല്ലേ, ഞാൻ പന്ത് ചെയ്തേ. പോവല്ലേ വൈകാ. എന്തു പറയുന്നു നിന്റെ പവി? എന്തു പറയാൻ? ഒക്കെ പോട്ടെ. നിന്റെ ചെറിയച്ഛനോ? അച്ഛൻ്റെ അനിയനായിപ്പോയി. അല്ലെങ്കിൽ പുള്ളിയുടെ വർത്തമാനത്തിന് ശരിക്കും എന്തെങ്കിലും പറയേണ്ടതാ. അതെന്തേ? മാമൂല് അല്ല എന്ത്? പഴയ ആൾക്കാരടാ, അതൊന്നും കാര്യാക്കണ്ട. പഴയ ആളുകളാണെന്ന് വിചാരിച്ചിട്ട് വിവരം പാടില്ലെന്നുണ്ടോ? എടാ, എൻ്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ടത് 50 പവൻ കൊടുത്തിട്ടാ. അപ്പം ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന് 50 പവൻ്റെ മേലെ വേണമെന്ന് വാശി പിടിക്കുക. എടാ, കാലം മാറി കാര്യങ്ങൾ മാറി എന്നൊന്നുമില്ല ഞാൻ പറയണത്. എടാ, ഞാനല്ലടാ വേണ്ടെന്ന് വെച്ചേ ശ്രീധരൻ കോപ്പൊന്നും. അവളെന്ത് പറഞ്ഞപ്പോ? അവളുടെ വീട്ടുകാർക്ക് തരാനുള്ള ശേഷിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനല്ല തീരുമാനിച്ച വേണ്ടെന്ന്. എടാ, ഞാൻ അവളെ എടാ സ്നേഹിച്ചേ. അവളുടെ പൊന്നും പണമൊന്നും കിട്ടിയിട്ട് വേണ്ട എനിക്ക് അവളെ പോറ്റാൻ. എനിക്കൊരു ജോലിയുണ്ട്. അതൊക്കെ പോട്ടെ. പിന്നെ എൻ്റെ കാര്യങ്ങൾ നിനക്കറിയാവുന്നല്ലടാ. അതൊക്കെ ഇങ്ങനെ തന്നെയാ. ഒക്കെ ശരിയായിക്കോളും. വാടാ പോവാം.
ആർക്കൊക്കെ അറിയാന്നിട്ടത്? എനിക്ക് മാത്രമേ അറിയൂ. പിന്നെ ഇപ്പം നിനക്കും. നിനക്ക് എങ്ങനെയാ മനസ്സിലായത് ഓളോൻ്റെ കൂടെ ഉണ്ടെന്ന്? ഞാൻ കണ്ടു. അവൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടെന്നൊരു സംശയം അവൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം. അപ്പം ഞാനത് കാര്യമാക്കിയില്ല. പിന്നെ ഞാൻ തന്നെ നേരിട്ട് കണ്ടു അവൻ അവളോട് സംസാരിക്കുന്നതും അവളെ നോക്കി ചിരിക്കുന്നതൊക്കെ. ഒറ്റക്ക് തന്നെയാണ് നിനക്ക് ഉറപ്പുണ്ടോ? അതെന്തേ? അങ്ങനെയല്ലടാ, അങ്ങനെയും കേൾക്കാറുണ്ടല്ലോ. ഇനിയിപ്പോൾ സംസാരിക്കണത് അവരുടെ അടുത്ത് തന്നെയാണെങ്കിലോ? ആത്മാവ് അല്ലേ ഹംസപ്പ? ഈ എവിടെയെങ്കിലും അങ്ങനെ ഒരു സാധനത്തിന് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആത്മാവും കുന്തവും കുടച്ചക്രമൊന്നും ഇല്ല ഹംസപ്പ, ഒക്കെ അവൻ്റെ തോന്നല. വീട്ടുകാരും അറിഞ്ഞിട്ടില്ല? ഇല്ല. ഓനെന്നാ വല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ചൂടെ? കാണിച്ചു. എടാ, ആരെങ്കിലും അവൻ്റെ അടുത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന് തോന്നിയാലോ അവൻ നോർമലായിട്ട് പെരുമാറുക. പക്ഷെ ഇവൻ എപ്പോഴാണോ ഒറ്റയ്ക്കാകുന്നത് അപ്പം അവൻ അവളുടെ കൂടെയാണ്. അവളോട് സംസാരിക്കലും അവളെ നോക്കി ചിരിക്കലും. ഇതവനങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ അവനങ്ങനെ ആയിപ്പോകുന്നതാണോ എനിക്കറിയില്ല ഹംസപ്പ. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? മൂപ്പരടുത്ത് ഞാനൊരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. മൂപ്പര് അവൻ്റെ അടുത്തൊരു 1.5 മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു. നമ്മളൊരാളെ അതിന് മാത്രം സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ആളില്ലാതാകുമ്പോൾ താളം തെറ്റിപ്പോവും ആർക്കായാലും. ഒരുപാട് കാലത്തെ സ്നേഹമല്ലേ, അപ്പം അത് പോകാനും സമയമെടുക്കും. അവളിപ്പോൾ ഇല്ലയെന്ന് ആലോചിക്കുമ്പോൾ അതവൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അവളവൻ്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോഴാവും അവന് കുറച്ച് സമാധാനം കിട്ടുന്നുണ്ടാവുക. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പുള്ളി. സംഗതി ശരിയാണ്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയൊന്നും മാറ്റിയെടുക്കുക? അവൻ്റെ തലച്ചോറിന് അവളുടെ ഓർമ്മകളുടെ ആവശ്യമില്ലാതാവണം. എന്നുവെച്ചാൽ അവൻ്റെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണ് വരണം. അപ്പോൾ കല്യാണം ഉറപ്പിച്ച കുട്ടിയോ? അത് തന്നെയല്ലേ പ്രശ്നം. വീട്ടുകാർക്കാർക്കും അറിയില്ലല്ലോ കാര്യം. അവർ നോക്കുമ്പോൾ അവൻ നോർമലാ. അപ്പോൾ അവർ പെണ്ണാലോചിച്ചു. അവർ കുറേ പെണ്ണ് കാണിക്കാൻ നോക്കിയവനെ, പക്ഷെ അവൻ സമ്മതിച്ചില്ല. അപ്പോൾ അവരെന്നോട് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. വേറൊരു പെണ്ണ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാം ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് പെണ്ണ് കാണിച്ചു. ഹലോ എന്നാ ഇത് നടപടിയൊന്നും തോന്നില്ലടാ. രണ്ടുപേരും ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്നുണ്ട്. നീ ഒന്ന് നിക്കടാ, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവേ. ഇനിയിപ്പോൾ അത് പറഞ്ഞത് അവളൊന്നും മിണ്ടുന്നില്ലേ? എനിക്കറിഞ്ഞൂടാ കണ്ണാ. ഇതിപ്പോൾ എൻ്റെ വീട്ടുകാരോട് എന്തു പറയുന്നു? കഴിവുള്ളി ഞാനോട് നോക്കാം. നിത്യ എന്ന അമ്മ പേര് പറഞ്ഞു. ആ അതെ. ബാംഗ്ലൂർ ആയിരുന്നല്ലേ? ആ അതെന്ത് പറ്റി ബാംഗ്ലൂർ പോയി പഠിക്കാൻ?
അത് അങ്കിള് സെറ്റിലായിരിക്കുന്നത് ബാംഗ്ലൂരാ. ഞങ്ങള് കസിൻസൊക്കെ ചെറുപ്പം തൊട്ടേ വെക്കേഷന് ബാംഗ്ലൂർക്കാ പോവാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ. സോ ഹയർ സ്റ്റഡീസൊക്കെ അവിടെ മതിയെന്ന് ഞാൻ കുഞ്ഞിലേ തീരുമാനിച്ചതാ. കണ്ണാ, ഇവര് ട്രാക്കിലായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത്ര കാര്യം ഉണ്ടേന്നുള്ളൂ, വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. അങ്കിൾ എന്താ പറഞ്ഞേ? അങ്കിൾ എന്താ പറഞ്ഞേ? അങ്കിള് ഞങ്ങളോടല്ലേ നിൽക്കൂ. കണ്ടു, സംസാരിച്ചു, ഇഷ്ടമായി, കല്യാണം ഉറപ്പിച്ചു. പക്ഷെ ഇവനിപ്പോഴും അവളുടെ ഓർമ്മയിലാണ്. എടാ, അവള് വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഇവനൊരു കുഴപ്പമില്ല. ഇവൻ ഒറ്റയ്ക്കാകുമ്പോഴാണ് പ്രശ്നം. മാറും ഞാൻ ഒരുപാട് വിചാരിച്ചു. പക്ഷെ ഇതിപ്പോൾ ഒന്നും മാറുന്ന കോലം കാണുന്നില്ല അംസപ്പ. ആ കുട്ടിയാണെങ്കിൽ അറിഞ്ഞിടത്തോളം ഒരു സാധുവാ, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. അവനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവൾ എന്നെ വിളിച്ച് ചോദിക്കും എന്താന്ന്. ആ കുട്ടിയുടെ അടുത്ത് നീ കാര്യം പറഞ്ഞോ? എങ്ങനെ പറയും? പറഞ്ഞതെല്ലാവരും അറിയില്ലേ. മനസ്സിനൊരു സമാധാനം ഇല്ലടാ. ആരോടും ഒന്നും പറയാനും വയ്യ. നിക്കടാ, കല്യാണം കഴിഞ്ഞൊക്കെ ശരിയാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? 100% ഉറപ്പൊന്നും അയാളും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ തന്നെയാണെങ്കിലോ? ഉറപ്പായിട്ട് എന്നോട് ചോദ്യം വരില്ലേ, ഒന്ന് പറഞ്ഞുവിടായിരുന്നു എന്ന്? ഇതിപ്പോൾ ഞാൻ കൂടി അറിഞ്ഞിട്ട് ആ കുട്ടിയുടെ ജീവിതം കൊണ്ടുപോയി കൊളാക്കുന്ന പോലെയല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ടടാ ആ കുട്ടിയുടെ അടുത്ത് കാര്യം തുറന്നു പറയാൻ. എന്നിട്ട് എന്തേ? എടാ, എങ്ങനെ? എനിക്കറിയില്ല. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അംസപ്പ. എടാ, ഈ ടെൻഷൻ ആവണ്ട. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പോയിട്ട് ശരിയായില്ല. എത്ര ആളുകളുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, സമയമുണ്ട്, നമുക്ക് നോക്കാന്ന്. കല്യാണം ആകുമ്പോഴേക്കും എല്ലാം ശരിയാവും. ഇനിയിപ്പോൾ ശരിയായിട്ടില്ലെങ്കിൽ തന്നെ വീട്ടുകാരുടെ അടുത്ത് നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ. എന്തായാലും ഇവിടെ ഇരുന്ന് മഞ്ഞോളണ്ട, വീട്ടിൽ പോവാൻ നോക്ക്. എനിക്കും പോകണം, സമയമായി. ജസ്റ്റ് ഒന്ന് കിടക്കണം, അപ്പോഴേക്കും ലോൺ എടുക്കാനാവും. എന്നാൽ ഞാൻ സമയം പോലെ ഇറങ്ങാം. ഇതിപ്പോൾ എന്നാ തുടങ്ങിയേ? കുറച്ചായി. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ വാപ്പ വീണെന്ന് പറഞ്ഞ് അരവിന്ദൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. അന്ന് ഓൻ്റെ കയ്യിലെ ഫോണുള്ളൂ. എൻ്റെ വാപ്പ വീണപ്പോൾ 4 ലക്ഷം റുപ്യ കടം. അത് മൂപ്പര് കള്ളുടിച്ചും ദൂർത്തടിച്ചുണ്ടാക്കിയതൊന്നല്ല, എൻ്റെ പെങ്ങളെ കെട്ടിക്കാണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് ആരോടും പരാതിയില്ല. ഞാൻ പഠിപ്പ് നിർത്തി, ബാപ്പാൻ്റെ പച്ചക്കറി കടയിൽ പണിക്ക് കയറി. പഠിപ്പ് നിർത്തിയിൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ലായിരുന്നു, കാരണം പഠിക്കാൻ ഞാൻ അത്ര മുമ്പന്തിയൊന്നുമല്ലല്ലോ. പക്ഷെ നിങ്ങളെയൊക്കെ വിട്ടുപോകുന്നില്ലേ, എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും സന്തോഷമായിട്ടിരുന്ന സമയം വേറില്ല. രാവും പകലും ഇല്ലാതെ പണിയെടുത്ത് 3-3.5 കൊല്ലം കൊണ്ട് ഞാൻ ആ കടം വീട്ടി. ബാപ്പാൻ്റെ ചികിത്സയും അനിയൻ്റെ പഠിപ്പും
വീട്ടിലെ ചിലവും ആകെ ടെൻഷനും ഒറ്റപ്പെടലും കടയും തിരക്കും അതിൻ്റെ ഇടയിൽ എപ്പോഴോ എൻ്റെ കയ്യിൽ കയറിക്കൂടിയതാ എൻ്റെ കയ്യിലിരിക്കണ ഈ സാധനം. ഇതുവരെ എന്നെ കൊണ്ട് നിർത്താനായിട്ടില്ല. ഈ സാധനം ജീവിതത്തിലേക്ക് കയറി വരാൻ എളുപ്പമുണ്ട്, പക്ഷെ അതങ്ങനെയൊന്നും ഇറങ്ങിപ്പോവില്ല. എൻ്റെ കാര്യത്തിൽ പിന്നെ എനിക്കൊരു ന്യായമുണ്ട്. ഞാൻ വലി തുടങ്ങിയത് എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ടെൻഷൻ്റെയും പേര്. ഈ ഇപ്പോൾ ഇത് അരവിന്ദൻ്റെ പേരും പറഞ്ഞിട്ടാ വലിക്കുന്നത്. പിന്നെ സിദ്ധാർത്ഥ, ഈ സാധനം വലിച്ചിട്ട് ഇന്ന് വരെ ആരുടെയും ടെൻഷനും സങ്കടമൊന്നും മാറിയിട്ടില്ല. മാറണ പോലെ തോന്നും. അതാണ് ഈ സാധനത്തിൻ്റെ പവർ. എന്തിനീ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്? അരവിന്ദന്റെ വീട്ടുകാരോട് അരവിന്ദനിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം? പവി, എനിക്കൊരു അബദ്ധം പറ്റി. വൈക മരിച്ചു 1-2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം രാത്രി 3 മണിക്ക് അവൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഉറക്കമില്ലാതെ നടക്കായിരുന്നു. അവൾ മരിച്ച അന്ന് മുതൽ ആ ദിവസം വരെ അവൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. അവൻ വാക്കെടുത്ത് എത്ര സ്ട്രോങ് ആയിട്ട് നിന്നിട്ടും അവൾ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അവൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അവനൊന്ന് കിടന്നുറങ്ങിയിരുന്നെങ്കിൽ പതിയെ ശരിയാകാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അവൾ പോയ വിഷമത്തിൽ ഉറക്കമില്ലാതെ മനസ്സിൻ്റെ സമനില തെറ്റിക്കൊണ്ടിരുന്ന അവനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കണമെന്ന് എനിക്കിപ്പോൾ തോന്നിയുള്ളൂ. അവൾ പോയില്ലേ, ഇനി അവളില്ലല്ലോ എന്നൊക്കെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മരിച്ചു പോകുന്ന ആളുകളുടെ ആത്മാവ് അങ്ങനെ എങ്ങും പോകില്ല. അവർ നമ്മളെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി ഈ ലോകത്ത് തന്നെ ബാക്കിയാവും. നമുക്കവരെ കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ, പക്ഷെ അവർക്ക് നമ്മളെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. അവളിപ്പോൾ നിൻ്റെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഓർത്ത് നോക്ക് അരവിന്ദ, എന്താവും അവൾ കാണുന്നുണ്ടാവുക? അവളുടെ പേരിൽ നീ ഇങ്ങനെ ഉറക്കമില്ലാതിരുന്നാൽ അതവളെ വേദനിപ്പിക്കുകയല്ലേ ചെയ്യൂ? അവളിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൾ പറയുന്നുണ്ടാവില്ലേ, അരവിന്ദേട്ടാ ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോയിട്ടില്ല, എന്തിനാ എന്നെ ഓർത്തിങ്ങനെ കരയണമെന്ന്? ടെൻഷൻ അടിക്കണ്ട, നല്ലത് വിചാരിച്ച് ചെയ്തതല്ലേ. അതൊക്കെ പറഞ്ഞ് ആരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? കുറ്റപ്പെടുത്താനേ ഉണ്ടാവും എല്ലാവരും. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാരണം ഉണ്ടായെന്ന് എങ്ങനെയാ ഞാൻ അവൻ്റെ വീട്ടുകാരോട് പറയാ? ഇതുവരെ സംഭവിച്ചതൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ അത് നേരെയാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നടക്കും. എന്തുണ്ടായാലും ഞാനില്ല കൂടെ, ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്നോടിത് പറയാൻ വന്ന കാര്യം അരവിന്ദേട്ടൻ അറിയോ? ഞാൻ അവനോട് പറഞ്ഞിട്ടാ ഇയാളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞത്. എന്താ പറഞ്ഞ അരവിന്ദേട്ടൻ? ഇയാളെ പറ്റിക്കണമെന്നൊന്നും വിചാരിച്ചുകൊണ്ടല്ല ഇതുവരെ ഒന്നും പറയായിരുന്നത്. എല്ലാം പതിവ് ശരിയാവുന്നൊരു ഉറപ്പില്ല ഞാനിതുവരെ പറയായിരുന്നത്. എനിക്കില്ലാതെ വേറെ ആയിരിക്കും ഇതൊന്നും അറിയായിരുന്നില്ല. അരവിന്ദേട്ടൻ അറിയായിരുന്നില്ലേ? അപ്പോ ഇത്രയും നാളും അരവിന്ദേട്ടൻ എന്നെ പറ്റിക്കായിരുന്നില്ലെന്നാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ആരിത്? എന്താ ഇവിടെ ഇരിക്കണേ? ഞാൻ അരവിന്ദനല്ലേ? എന്താടാ അവക്കെന്താ പറ്റി? സിദ്ധാർത്ഥ, അവളെന്താടാ ഇവിടെ? സിദ്ധു, അവളെന്താ ഇവിടെ? ഞാൻ വിളിച്ചിട്ട് വന്നാ. എന്തിന്? അരവിന്ദൻ്റെ കാര്യം പറയാൻ. അരവിന്ദൻ്റെ എന്ത് കാര്യം? സിദ്ധാർത്ഥ, നിന്നോടാ ചോദിച്ചേ അരവിന്ദൻ്റെ എന്ത് കാര്യം? അവൻ വൈകിയോട് സംസാരിക്കുന്ന കാര്യം. എൻ്റെ പൊന്നി, നിന്നോട് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേ ഇമാതിരി പരിപാടിക്കൊന്നും പോരുതെന്ന്. നീ എന്തൊക്കെയാ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞു പിടിപ്പിച്ചേ? എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു. എടാ, ഇതെങ്ങാനും അരവിന്ദന്റെ വീട്ടുകാരറിഞ്ഞ? അരവിന്ദൻ അറിഞ്ഞ? അവനറിയാം. ഞാൻ അവനോട് പറഞ്ഞിട്ട് തന്നെ അവളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞത്. ഞാനിതൊന്നും വെറുതെ എൻ്റെ ഒരു ഊഹം പറഞ്ഞായിരുന്നില്ലടാ.
സത്യമായിരുന്നടാ ഞാൻ പറഞ്ഞതൊക്കെ. ഞാനവനെ കുറ്റം പറയില്ലടാ. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവൻ പിടിച്ച നൂലൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അവൻ്റെ ചങ്ക് പൊട്ടണം നമ്മളല്ലടാ കൂടെ നിന്ന് കണ്ടത്. അവനതിൽ നിന്നൊക്കെ കയറിയെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവനിപ്പോഴും ഭഗവാനെ, എന്തൊക്കെയാണ് എനിക്ക് ഉണ്ടാകാൻ പോണേ? അവളത് വീട്ടിൽ പറയും, കല്യാണം മുടങ്ങും. കല്യാണം മുടങ്ങാനുണ്ടായ കാരണം അവർ ചോദിക്കുന്നതൊക്കെ പറയുകയും ചെയ്യും. എന്ത് രസമായിട്ട് പോകുമായിരുന്നടാ നമ്മളെല്ലാവരും. കണ്ണ് കെട്ടിയിട്ടുണ്ടോ ആരുടെയും? എന്ത് വലിയ ടീമായിരുന്നു നമ്മുടെ. കൂട്ടത്തിൽ ഒരാളുടെ ജീവിതം മാത്രം താളം തെറ്റി. ഒരൊറ്റ ആളുടെ മാത്രം. എല്ലാവരുടെ സന്തോഷവും ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായി. അവൾ മരിക്കാൻ പാടില്ലായിരുന്നടാ. അവൾ പോയതാ പറ്റിപ്പോയത്. എന്ത് രസമായിരുന്നടാ അവളുടെ റിലേഷൻഷിപ്പ്. കണ്ണ് കെട്ടിയിട്ടുണ്ടാവും, ഉറപ്പാ. അവളവനെ അങ്ങനെ കൊണ്ടു കിടന്നിട്ടുണ്ട്, എനിക്കറിയാതെ. അവന് കിട്ടാമെന്ന് വെച്ച് ഏറ്റവും ബെസ്റ്റ് അത് അവൾ തന്നെയായിരുന്നു. വിധിയില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ വരണോ? ഭ്രാന്താടാ അവൻ്റെ വീട്ടുകാർക്ക്. അവൾ അവന് കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്തപ്പോൾ കുറഞ്ഞു പോകാണ്ടിരുന്നവർക്ക്. അടിപൊളിയായിട്ട് കഴിയായിരുന്നു. അരവിന്ദനെ പൊന്നു പോലെ നോക്കുമായിരുന്നു അവൾ. സ്വന്തം മോൻ്റെ ജീവിതമാണ് വലുതെന്നുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ തറവാട്ട് മൈമയും പറഞ്ഞുകൊണ്ടിരിക്കില്ലായിരുന്നു അവർ. അവരാടാ നശിപ്പിച്ച അവൻ്റെ ജീവിതം. എന്നിട്ടിപ്പോൾ കിടന്ന് അനുഭവിക്കുക. എന്തായിരുന്നടാ അവൾക്കൊരു കുറവ്? അവൾക്ക് പകരമായിട്ട് ഒരുത്തിനെയും കിട്ടില്ല അവർക്ക്. എവിടേക്ക് എത്രയൊക്കെ അനുഭവിച്ചാലും. കാരണം അവൾ ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു തരത്തിൽ ദ്രവിച്ചതായിട്ട് നിനക്കറിയോ? ഞാൻ കുറേ കാലം മുമ്പേ നിന്നോട് ചോദിക്കണം വിചാരിച്ചൊരു കാര്യമുണ്ട്. പിന്നെ അത് പല സാഹചര്യങ്ങൾ കൊണ്ട് ചോദിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. പക്ഷേ ഇപ്പം എനിക്കത് ചോദിച്ചാൽ കൊള്ളുന്നുണ്ട്. സത്യം പറയാ നീ എൻ്റെ അടുത്ത്. നിനക്കിഷ്ടായിരുന്നോ വൈകിയെ? മരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടു അരവിന്ദൻ അവൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ അവൾക്കൊരു സ്ഥാനം കൊടുത്തിരുത്തി അവളെ ഇപ്പോഴും സ്നേഹിക്കുന്നത് കാണുന്നില്ല നിങ്ങളൊക്കെ? ഈ ലോകത്ത് അവൻ അവളെ സ്നേഹിച്ച പോലെ എനിക്കെന്നല്ല വേറെ ആർക്കും അവളെ സ്നേഹിക്കാൻ കഴിയില്ല. അവൾ അരവിന്ദൻ്റെ പെണ്ണായിരുന്നടാ. ഇപ്പോഴും